Morning, guys. I'm Ajit Krishnan, and I'm here to take a seminar on the topic scope of managerial economics. ഒരു സബ്ജക്റ്റ് സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് ഏതൊക്കെ ഏരിയസ് കവർ ചെയ്യുന്നു എന്നതിലാണ്. മാനേജറിയൽ എക്കണോമിക്സിന് വൈഡ് സ്കോപ്പാണുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി അത് നമ്മളെ സഹായിക്കുന്നു. എല്ലാ എക്കണോമിക് തിയറീസും നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജറിയൽ എക്കണോമിക്സിന് വൈഡ് സ്കോപ്പാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കോപ്പ് ഏതൊക്കെ ഏരിയസിലാണ് നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെയാണ് ഡിമാൻഡ് അനലൈസിസ് ആൻഡ് ഫോക്കസിങ്. എല്ലാ കമ്പനീസും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എത്രത്തോളം ഗുഡ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിമാൻഡിൻ്റെ ബേസിസിലാണ്. അതായത് എത്രത്തോളം ആ പ്രൊഡക്ഷന് ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡിമാൻഡിൻ്റെ ബേസിസിലാണ് എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് കമ്പനി തീരുമാനിക്കുന്നത്. ഈ ഡിമാൻഡ് തിയറി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ കൺസ്യൂമേഴ്സ് ബിഹേവിയർ. കൺസ്യൂമറുടെ ബിഹേവിയർ എന്താണ്? കൺസ്യൂമർ സ്വഭാവം, അതായത് ടുവാർഡ്സ് ദാറ്റ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ അതിനോടുള്ള കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതാണ് ഈ ഡിമാൻഡ് തിയറി അനലൈസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്തുകൂടെ മനസ്സിലാക്കാം? കൺസ്യൂമറിൻ്റെ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നതിൻ്റെ ബേസിസിൽ ആ പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഡിമാൻഡ് അനലൈസിസ് ആൻഡ് ഫോക്കസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ബിസിനസ് പ്ലാനിങ്ങിന് ഈ പറഞ്ഞ ഡിമാൻഡ് അനലൈസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അടുത്ത പോയിന്റ്, അതായത് സെക്കൻഡ് പോയിന്റ് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് പ്രൊഡക്ഷൻ അനലൈസിസ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് അത് വളരെ സ്കേഴ്സ് ആകുമ്പോൾ, മീൻസ് വളരെ ലിമിറ്റഡ് ആവുക, കുറവാണ്, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ കൺഫ്യൂഷൻ വരും. അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതായത് വളരെ കുറഞ്ഞ കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനലൈസ് യൂസ് ചെയ്യുന്നത്. തിയറി ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് തിയറി ഓഫ് ഫേം. തിയറി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് തിയറി ഓഫ് ഫേം. ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വാരിയസ് ഫാക്ടേഴ്സ് വിച്ച് കോസ് വേരിയേഷൻ ഇൻ കോസ്റ്റ്. അതായത് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് വേണം. ഈ ഫാക്ടേഴ്സ് എന്താണ്? ഈ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്താണ്? കോസ്റ്റിൽ വേരിയേഷൻ വരുത്താനായിട്ട് ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വേരിയേഷൻ വരുത്താൻ ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനലൈസിസ് എന്ന തിയറിയാണ്. കോസ്റ്റ് അനലൈസിസ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രോഫിറ്റ് പ്ലാനിങ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഓൾസോ ഫോർ സൗണ്ട് പ്രൈസിങ് പ്രാക്ടീസസ്. ഇതെന്തിനൊക്കെയാണ് ഈ തിയറി യൂസ്ഫുൾ ആയിട്ടുള്ളത്? പ്രോഫിറ്റ് എങ്ങനെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാം, അതാണ് ഈ പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് കോസ്റ്റ് കൺട്രോൾ, അതായത് മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഫോർ സൗണ്ട് പ്രൈസിങ് പ്രാക്ടീസസ്. ഈ സൗണ്ട് എന്താണ്? സ്ട്രോങ് എന്നുള്ള മീനിങ് ആണ് ഈ സൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസിങ് പ്രാക്ടീസസൊക്കെ എങ്ങനെ, അതിനോടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാം, സ്ട്രോങ് പ്രൈസിങ് ഒക്കെ എങ്ങനെ നടപ്പിലാക്കാം. അപ്പോൾ മൊത്തം കോസ്റ്റും പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനെ എങ്ങനെ എത്രത്തോളം എഫക്റ്റീവ് ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനലൈസിസ്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മെയിൻ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് പ്രൈസിങ് പോളിസീസ്. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിൽസിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? പ്രൈസ് ഫിക്സ് ചെയ്യണം. അതായത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് വേണം ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. സോ പ്രൈസിങ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അതെ, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് തന്നെയാണ് ഈ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നതിനെ പറ്റി പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് റെഡിയായി മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനായി റെഡിയാകുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ആദ്യം പ്രൈസിങ് ഫിക്സ് ചെയ്യും. അതായത് എത്ര പ്രൈസ് അതിന് വെക്കണം, അതിനെ പറ്റിയുള്ള ഡിസിഷൻസ് എടുക്കുക, അതാണ് പ്രൈസിങ് പോളിസീസൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ഒരു ഫേം എത്രത്തോളം റവന്യൂ ഏഡ് ചെയ്യുന്നുള്ളത് ഉണ്ടാവുക.
അപ്പോൾ അതാ പറയുന്നത് റവന്യൂ ഏണിംഗ് ലാർജ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് പ്രൈസിങ് പോളിസി ആൻഡ് ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എ ഫേം മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ കറക്റ്റ് പ്രൈസ് ഡിസിഷൻ ടേക്കൺ ബൈ ഇറ്റ്. ഒരു ഫേമിൻ്റെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ എത്ര കറക്റ്റായിട്ടാണ് അല്ലെങ്കിൽ എത്ര എഫക്റ്റീവായിട്ടാണ് ആ പ്രൈസിങ് പോളിസി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻ ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ദ ഫേം. സോ ദ പ്രൈസിങ് തിയറി പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദ ഡിറ്റർമൈനിങ് ദ പ്രൈസിങ് പോളിസി ഓഫ് ദ ഫേം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിമാൻഡ് ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡിമാൻഡ് തിയറി പറഞ്ഞു. കോസ്റ്റും പ്രൊഡക്ഷനെ പറ്റി നമ്മൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ, അതായത് സെക്കൻഡ് പോയിന്റിലും പറഞ്ഞു. ഇപ്പോൾ തേർഡ് പോയിന്റിൽ പ്രൈസിങ് പോളിസി എങ്ങനെ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് പ്രൈസിങ് തിയറി എന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ, പ്രൈസിങ് മെത്തേഡ്സ്, പ്രൈസ് ഫോർകാസ്റ്റിംഗ് എക്സെട്ര. ഈ തിയറിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എപ്പോഴും പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്താണ് ഈ പ്രൈസിങ് പോളിസി അല്ലെങ്കിൽ ഈ പ്രൈസിങ് തിയറി എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത പോയിൻ്റാണ് സ്റ്റഡി ഓഫ് മാർക്കറ്റ്. After pricing the product, the manager has to introduce the product in the market. Markets are never constant, they go on changing. The manager should offer the products only in those markets where he will get maximum sales. ഇതെന്താണ് പറയുന്നത്? ഒരു പ്രൊഡക്റ്റിന് വില നിശ്ചയിച്ച ശേഷം മാനേജർ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവതരിപ്പിക്കണം. മാർക്കറ്റുകൾ എന്ന് പറയുന്നത് സ്ഥിരമല്ല, അവ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു മാനേജർ ചെയ്യേണ്ടത് എന്താണ്? പരമാവധി വിൽപ്പന ലഭിക്കുന്ന മാർക്കറ്റുകളിൽ മാത്രമേ മാനേജർ ആ ഉൽപ്പന്നങ്ങൾ നൽകാനാവൂ. സോ ഈ മാനേജർക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണം. അടുത്ത പോയിൻ്റാണ് പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്. ദ മെയിൻ മോട്ടീവ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. എപ്പോഴും ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ മെയിൻ എയിം പറയുന്നത് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കും. But profit is always uncertain because future costs and revenues are uncertain. Uncertain പറയുന്നത് എന്താണ്? നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തെയാണ് അൺസർട്ടൻ എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് എപ്പോഴും അൺസർട്ടൻ ആയിരിക്കും. കാരണം എന്താണ്? ഭാവിയിലുണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എത്ര റവന്യൂ കിട്ടും, എത്ര ചിലവ് എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഈ മാർക്കറ്റ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രോഫിറ്റ്സ് ആർ അൺസർട്ടൻ എന്ന് പറയുന്നത്. ദേ ആർ ഓൾവേസ് അൺസർട്ടൻ ബിക്കോസ് ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് റവന്യൂസ് ആർ അൺസർട്ടൻ. അത് തന്നെയാണ്. ദെൻ ദെർഫോർ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് മെഷർമെൻറ്റ് ബിക്കം വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ് വരും, എത്ര കോസ്റ്റ് വരും, എത്ര റവന്യൂ വരും, ഇതൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് ഈ പറഞ്ഞ പ്രോഫിറ്റ് മാനേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടാസ്ക്കാണ്. പ്രോഫിറ്റ് മാനേജ്മെൻറ്റ് എന്താ വരുന്നത്? പ്രോഫിറ്റ് തിയറിയാണ് വരുന്നത്. സോ ഈ പ്രോഫിറ്റ് തിയറി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ പ്രോഫിറ്റ് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട്. ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൻ ആണ്, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ എത്ര റവന്യൂ വരും, എത്ര കോസ്റ്റ് ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നതാണ് ഈ പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് പോയിൻ്റാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഒരു ബിസിനസ് തുടങ്ങാൻ ക്യാപിറ്റൽ കൂടിയേ തീരും. ഓൾ അതർ ഇൻപുട്സ് ലൈക്ക് റോ മെറ്റീരിയൽസ്, ലേബർ, മെഷീനറി ഇവയെല്ലാം പോലെ തന്നെ ക്യാപിറ്റലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്കേഴ്സുമാണ്. അപ്പോൾ ഈ സ്കേഴ്സായ റിസോഴ്സിനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ബിസിനസ്സിൽ മാനേജറിനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണിത്. അതുമാത്രമല്ല ഏറ്റവും പ്രോഫിറ്റബിളായ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഏതാണ് എന്ന് ചൂസ് ചെയ്യുകയും വേണം. അടുത്ത പോയിൻ്റാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ഒരു ഫേം എപ്പോഴും അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ ഒപ്റ്റിമം എമൗണ്ടിൽ കരുതി വെക്കണം. കാരണം സ്റ്റോക്കില്ല എന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ നിന്നുപോകാൻ പാടില്ല. പ്രൊഡക്ഷൻ നിന്നുപോയാൽ അത് ബിസിനസ്സിനെ ബാധിക്കുമെന്ന് കരുതി ഓവർ സ്റ്റോക്കും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലിൻ്റെ ഒരു പങ്ക് എടുത്തു വെച്ചാണ് സ്റ്റോക്ക് മേടിച്ച് വെക്കുന്നത്. സോ സ്റ്റോക്ക് അൺനെസസറി ആയിട്ട് ഉപയോഗിക്കാതെ
ഉപയോഗിക്കാതെ കിടന്നാൽ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറയുന്നത്. കാരണം ഈ ക്യാപിറ്റൽ വേറെ ഏതെങ്കിലും ബെനിഫിഷ്യലായി ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നല്ല പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ ഇൻവെൻ്ററി കുറവായാൽ അതിൻ്റേതായ ഡിഫിക്കൽട്ട്സ് ഫേം ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനു മുന്നേ പറഞ്ഞ പോലെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഒരു ഫേം ഒപ്റ്റിമം ലെവൽ ഓഫ് സ്റ്റോക്ക് മാത്രമേ ഫേമിൽ വയ്ക്കാൻ പാടുള്ളൂ. എത്രയാണ് ഈ ഒപ്റ്റിമം ലെവൽ അറിയാൻ വേണ്ടി മാനേജർ എക്കണോമിക്സിൻ്റെ ഇൻവെൻ്ററി ടെക്നിക്സായ ABC അനലൈസിസ് ആൻഡ് അതർ ഇൻവെൻ്ററി മോഡൽസ് യൂസ് ചെയ്യുന്നു. ABC അനലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ഒരു നഷ്ടം വരുന്നതിന് മുമ്പ് അതെങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നതാണ് ABC അനലൈസിസ്. നെക്സ്റ്റ് പോയിൻ്റാണ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ സിംപ്ലി റെഫേഴ്സ് ടു ദ ഫ്ലക്ച്വേഷൻസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. ഒരു കൺട്രിയിൽ ഉണ്ടാകുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫ്ലക്ച്വേഷനെ ആണ് ബിസിനസ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കറിയാം ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. സോ ബിസിനസ് സൈക്കിൾ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷന് തീർച്ചയായും ബിസിനസ് ഡിസിഷനെ ബാധിക്കും. ബിസിനസ് സൈക്കിൾസ് 5 ഫേസസിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഈസ് എ സ്റ്റേജ് വേർ there is substantial increase in unemployment. ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് പതിവിലേറെ കൂടുതലായിരിക്കും ഈ ഡിപ്രഷൻ എന്ന പീരീഡ്. നെക്സ്റ്റ് ഫേസാണ് റിക്കവറി. ഇവിടെ GDP ആൻഡ് ഇൻകം കൂടുതലായിരിക്കും, പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞ് നിൽക്കണ ഫേസാണ് റിക്കവറി. ദെൻ പ്രോസ്പെരിറ്റി, ബൂം ആൻഡ് റെസഷൻ. റെസഷൻ മീൻസ് റാപ്പിഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് റെസഷൻ മീൻ ചെയ്യുന്നത്. സോ ഇതാണ് 5 ഫേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റിലെ അവസാനത്തെ പോയിൻ്റ് കൂടിയായ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. മൾട്ടിനാഷണൽ കമ്പനികൾ വന്നതോടുകൂടി മാനേജ്ഡ് എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ള ആസ്പെക്റ്റും ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. പൊതുവേ നമ്മൾ പറയാറുണ്ട് പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. സോ ഫ്യൂച്ചറിലേക്കുള്ള ലോങ് ടേം ഡിസിഷൻസ് എടുക്കുവാൻ മാനേജ്ഡ് എക്കണോമിക്സ് സഹായിക്കുന്നു. ഒരു ഫേമിൻ്റെ ബിഹേവിയറിനെ ഈ അടുത്ത ഡിസിഷൻ ബാധിക്കുന്നു. ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന വഴി ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാനും അതിൽ നിന്നും നല്ലൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് പിന്നീട് ആ ഗോൾ നേടിയെടുക്കാനും അച്ചീവ് ചെയ്യാനും പറ്റുന്നു എന്നതാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഒരു ഫേമിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കോൺസ്ട്രെയിൻസ് ഇൻഡിവിജ്വലി മനസ്സിലാക്കിയും അതുകൂടാതെ മൊത്തം എക്കണോമിയിലുള്ള ചേഞ്ചസ് എങ്ങനെ ഫേമിനെ ബാധിക്കുന്നു എന്ന് സ്റ്റഡി ചെയ്ത് അതിലുള്ള തിയറി സപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് മാനേജ് എക്കണോമിക്സിൽ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മെയിൻ പോയിൻറ്റ്സായി പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.